അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ മമ്മി ഡാഡി നാട്ടിലോട്ട് പോകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ മാഞ്ചസ്റ്റർ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ പിള്ളേരെ വിളിക്കാൻ പോവാണ്. ഇവിടെ സമയം 3 മണി കഴിഞ്ഞു. ഇന്ന് മമ്മി വരുന്നുണ്ട് എൻ്റെ കൂടെ കേട്ടോ. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. മമ്മിക്കൊക്കെ പോവാറായി. എന്ന് വെച്ചാൽ സൺഡേ ഇവർ പോവാണ്. മഴ രാവിലെ പെയ്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി പിള്ളേരുടെ സ്കൂൾ ലക്ഷ്യമാക്കി നടക്കുവാണ്. തണുപ്പുണ്ട് കേട്ടോ, ഒരു കാറ്റുണ്ട്. പറഞ്ഞ പോലെ മമ്മിയൊക്കെ ഇനി സൺഡേ പോകും നാട്ടിലോട്ട്. ഇത് ചിലപ്പം മമ്മിയുടെ അവസാനത്തെ പിള്ളേരെ കൊണ്ടുവരാൻ പോകുന്ന ഒരു സമയമായിരിക്കും. ഇവർ പോയിട്ടുണ്ട്, പിള്ളേരെ വിളിക്കാൻ പോവായിരുന്നു മമ്മീൻ്റെ അടിയൊക്കെ ഇടയ്ക്ക്. പിന്നെ തണുപ്പായപ്പോഴത്തേക്കും അങ്ങോട്ട് പരാതിയായി. ക്ലൈമറ്റ് മാറിയ പോലെ തോന്നുന്നുണ്ടോ? മാറിയില്ല, തണുപ്പായല്ലേ? ഞങ്ങളിങ്ങനെ നടക്കുവാണ് കേട്ടോ. -1 അതിലൊക്കെ പോകും. അതൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. ചിലപ്പോൾ ഇങ്ങനെ വഴി കൂടെ എല്ലാം മഞ്ഞ് കാണും. തണുത്ത ഉറഞ്ഞ് ഇങ്ങനെ നടക്കും. അതിൻ്റെ ഒരു തുടക്കമായിട്ടുള്ളൂ അല്ലേ? തുടക്കം ഇങ്ങനെ. ഇവിടെ വന്നിട്ട് മമ്മിക്ക് UK ഇഷ്ടപ്പെട്ടോ? മമ്മി UK ആണോ നാടാണോ ഇഷ്ടം? ആപ്പിൾ മരമായിരുന്നു ഇത് കേട്ടോ, ഞാൻ കാണിച്ചിട്ടുണ്ട്. കിടക്കുന്ന കാണാം കുറച്ചൊക്കെ. തീരാറാവുന്നു കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു ആ ആപ്പിളിന്, അല്ലേ അമ്മി? സൺഡേയിൽ പോകുന്ന കാര്യം ഓർത്തിട്ട് മമ്മിക്ക് എന്നാ തോന്നുന്നത്? സീക്രട്ടാണ്. ഇതെന്തത് കയ്യിലെന്തോ? കയ്യിൽ You made it? My teacher helped me. What is this? And then അങ്ങനെ ഞങ്ങൾ പിള്ളേരെ എടുത്ത് തിരിച്ചു വരുവാണ് കേട്ടോ. yes, it was starting to നേരെ നോക്കി നടക്കില്ല അച്ചോ. ഈ വഴി ഒരു ഇച്ചിരി റഷായി. ഇപ്പോൾ ഈ പിള്ളേരെ എല്ലാവരും കൂടെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവിടുന്ന് ഇവിടുന്ന് വണ്ടിയും എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ നടക്കുകയാണ്. ഇവിടെ എല്ലാം മമ്മീൻ്റെ അടിയൊക്കെ തന്നെ വരുമായിരുന്നു. തന്നെ വന്ന് അവർ കുറച്ച് നേരം നടന്നിട്ടൊക്കെ പോവായിരുന്നു. പിന്നെ ഇവിടെ ഈ സ്ഥലത്ത് വന്ന് കുറേ കളിക്കുമായിരുന്നു പിള്ളേരെ കൊണ്ട്. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. സ്കൂളിലോട്ട് മേ ബി ഒരു 5 മിനിറ്റ് നടക്കാനൊക്കെ ഉള്ളൂ കേട്ടോ. ഫ്രണ്ട് ഹെൽപ്പ് ചെയ്ത് ഉണ്ടാക്കിയത്. കയ്യിലെ ഉണ്ടാക്കാൻ ആരാ ഹെൽപ്പ് ചെയ്ത്? teacher. അച്ഛമ്മ താക്കൂട്ടിൻ്റെ കൂടെ നടക്കും. ഇല്ലെങ്കിൽ താക്കൂട്ടിൻ്റെ മൈൻഡ് ചെയ്യാതെ എൻ്റെ കയ്യെ തൂങ്ങി നടക്കുന്നവളാണ്. അവൾക്കത് വേണം ഇപ്പം. അതിനാണ് ഇപ്പം അവൻ്റെ കൂടെ. അതിൻ്റെ കൂടെ ഇങ്ങനെ വേറെ ഒരു ഭംഗിയുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ ഫോട്ടോയ്ക്കകത്ത് അങ്ങനെ കാണത്തില്ലെങ്കിൽ നല്ല രസമല്ലേ അമ്മി? ആ ചുമന്ന കുരു ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗി. പതിനൊന്നരാന്നയ്യോ ഗൂഗിളിൽ കാണിച്ചു. പാനൊക്കെ മമ്മിയുടെ കൈ ഒടിക്കരുത് കേട്ടോ. പക്ഷെ നാളെ പോകാനുള്ളതാ. Today, Mamachi and Opachin are going back to India. So, do you like that? No, So where we are going now? to the airport. With the suitcases. You're lying. എവിടെ എതിലെ കൂടെയാടാ പോകുന്നേ? കേറിക്കോ ഡാഡി. ആരാടി കയറുന്നേ?
ഡാഡി എന്ത് ഫ്രണ്ടി ഇരിക്കുന്നുണ്ടോ? അപ്പുറത്തോട്ട് ചെന്ന് കയറി. മാഞ്ചസ്റ്ററിലോട്ട് അടുക്കാറായി ഏകദേശം. ഇനി ഒരു അരമണിക്കൂർ ഉണ്ടാകുന്നതിന് സംശയമാണ് കേട്ടോ. എൻ്റെ മമ്മി പറയാനുള്ള എല്ലാവരും ഓരോ ഇമോഷനിൽ ഇങ്ങനെ ഇരിക്കുവാണ് അല്ലേ? എല്ലാവരുടെയും മനസ്സിൽ എന്തൊക്കെയോ ഇങ്ങനെ തിങ്ങി മറിയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ട് ഒരു ഹാപ്പി ആയിട്ട് യാത്രയാക്കാനാണ് എനിക്കിഷ്ടം അല്ലേ? അതല്ലേ നല്ലത്. നമ്മളിങ്ങനെ ഇമോഷണലി വല്ലാണ്ടായിട്ടൊന്നും കാര്യമില്ലല്ലോ അല്ലേ? ഇതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗം. ദൈവം തന്ന അനുഗ്രഹത്തിന് ദൈവത്തിൻ്റെ മുന്നിൽ നമുക്ക് ഒന്ന് ഇമോഷണൽ ആകാൻ പോലും യോഗ്യതയില്ല. ഹാപ്പി ആയിട്ട് പോവുക. അതെ. ഞങ്ങളങ്ങനെ എയർപോർട്ട് റോഡിലോട്ട് എൻട്രി ചെയ്തേക്കാണ് കേട്ടോ. ഇപ്പം എയർപോർട്ടിൽ എത്തിയിട്ട് കാണിക്കാവേ. മാഞ്ചസ്റ്റർ എയർപോർട്ട് ടെർമിനൽ 2 നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ആ റോഡിലോട്ട് തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒന്ന് കാണിക്കാം അത്. മനസ്സിലായോ? ഇപ്പൊ ബാഗിനാണ് അടി. ടെർമിനൽ 2 കേട്ടോ നമ്മള്. തനു ലച്ചു തനു. ബോർഡിംഗ് പാസ് എടുക്കാനും ബാഗിൻ്റെ വെയിറ്റ് നോക്കാനും ഒക്കെ നമുക്ക് അവരുടെ കൂടെ തന്നെ നിൽക്കായിരുന്നു കേട്ടോ. ഇമിഗ്രേഷനിൽ നമ്മൾ അലൗഡ് അല്ല. ഇപ്പം നമ്മൾ ഇമിഗ്രേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണേ. അങ്ങനെ ഞങ്ങൾ ലഗേജ് എല്ലാം ഡ്രോപ്പ് ചെയ്തു. ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി. ഞങ്ങൾ ഇവരുടെ കൂടെ ഇവിടെ വരെ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഡാഡി എന്നെ നോക്കുന്നേ ആ ലഗേജ് ഇട്ടോന്ന്. ഡിപ്പാർച്ചറിന്റെ അവിടോട്ടായി നമ്മൾ. എന്നാ അമ്മച്ചിയോട് ബൈ പറ മുത്തേ. അമ്മച്ചിനെ കെട്ടിപ്പിടിച്ച് പറയോ? Can you give her a hug? അങ്ങനെ ഞങ്ങളുടെ ഡിപ്പാർച്ചറിന്റെ അവിടെ എത്തി. ഇനി ഇവര് ഇമിഗ്രേഷന്റെ അങ്ങോട്ട് പോവാട്ടോ. ഇനിയിപ്പോ നമ്മള് കാണത്തില്ല. എന്ത് അമ്മച്ചി അപ്പച്ചനും at the airport they go on അല്ലേ? ഞങ്ങളിനി തിരിച്ച് വീട്ടിലോട്ട് പോകാൻ തുടങ്ങുവാണേ. അവര് എമിഗ്രേഷന്റെ അങ്ങോട്ടേക്ക് പോയി. എമിഗ്രേഷൻ ആകുമ്പോഴത്തേക്കും നമ്മളെ അകത്തോട്ട് കയറ്റി വിടത്തില്ല. പക്ഷെ ബോർഡിംഗ് പാസ് ഒക്കെ എടുക്കാൻ നമുക്ക് കൂടെ കയറായിരുന്നു കേട്ടോ. ഞങ്ങളിനി നമ്മൾ ടെർമിനൽ 1 ചാ അല്ല നമ്മൾ എങ്ങോട്ടാ പോകണ്ടേ? ഇനി ഞങ്ങൾക്ക് ടെർമിനൽ 1 പോയിട്ട് അറൈവലിൻ്റെ സൈഡിൽ വരണം. എന്നിട്ട് ഡ്രൈവറിനെ വിളിക്കണം. അതാണ് ഇനി അടുത്ത പ്ലാന്. Amma's parents just left. He started crying. How about Takutta? Did you cry? No. I tried to hold it. I was holding it. He was holding it. I didn't want them to go there. അങ്ങനെ നമ്മൾ പുറത്ത് കടന്നു കേട്ടോ. ടെർമിനൽ 2 എക്സിറ്റിലോട്ട് വന്നു നമ്മള്. ഇതാണ് നമ്മുടെ ഡ്രൈവർ കാർ പാർക്കിംഗ് ചെയ്യുവാണ്. We were too late or we were okay? You're okay? You're a little bit late. Little late. Get my foot down, that's all. It's winter now, so. Can you say a hi to my YouTube channel? Hi YouTube channel, how are you doing? Good day. Thank you. But she's late. I am late and we are late. Thank you, Neil. നീൽ ഇവിടുത്തെ ഒരു ടാക്സി ഡ്രൈവറാണ്. ഞാൻ ആദ്യമായിട്ട് UK വന്നപ്പം ഹോസ്പിറ്റലുകാർ അറേഞ്ച് ചെയ്തത് നീലിൻ്റെ ടാക്സി ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നീലിനെ പരിചയം. അപ്പം നമ്മൾ ലോങ് ട്രാവലിനൊക്കെ നീലിനെ വിളിക്കും. നീലിൻ്റെ വണ്ടി നല്ല വലുതാണ്, അതുകൊണ്ട് ഈസിയാണ് നമുക്ക് ട്രാവൽ ചെയ്യാൻ. ഡീലിൻ്റെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ ഞാനിവിടെ കൊടുത്തേക്കാട്ടോ, ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുവാണെങ്കിലോ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ വ്ളോഗ്. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു എവരി വൺ. ബൈ. See you later. We're at gate flight right now. They just called us and they're at the gate flight. I'm in front of the gate of the flight and they're about to go into the aircraft.